കൊച്ചി റോറോയിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വൈപ്പിൻ ഫോർട്ട് കൊച്ചി മൂന്നാമത്തെ റോറോ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം. KSRTCയിലെയും റോറോയിലെയും സൗജന്യ യാത്രകളിലൂടെ ലഭിക്കുന്ന പണം മാറ്റിവെക്കാൻ KSFEയിൽ പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതികരണം കേൾക്കാം. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും കൂടി അനൗൺസ് ചെയ്ത് കൊച്ചി നഗരസഭ നമ്മളെ ഞെട്ടിച്ചിരിക്കുക. സംഭവം എവിടുന്നാ തുടങ്ങിയെന്ന് ഞാൻ പറയണ്ടല്ലോ. എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സർവീസ് ചെയ്യുമ്പോഴും നടത്തുമ്പോഴും ഈ റോറോയിലൊക്കെ ചെയ്യുമ്പോഴും കിട്ടുന്ന ഈ സേവിങ്സ്, ആ പണം നിങ്ങൾ മാറ്റിവെക്കണം. അതിന് ഞാനൊരു KSFEയിൽ ഒരു പിങ്ക് ചിട്ടി തുടങ്ങുന്നു, അതിന് ചേർത്താൽ മതി. സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. ഈ പൈസ മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സ്വന്തമായി അവർക്കൊരു സമ്പാദ്യം ഉണ്ടാകും. ആര് ചോദിച്ചാലും കൊടുക്കരുത്. സ്വന്തമായിട്ടൊരു സമ്പാദ്യം സ്ത്രീകൾ കൊണ്ടാണ് അഭിമാനത്തോടു കൂടി. അപ്പോൾ അതൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിനാണ് പിങ്ക് ചിട്ടി തുടങ്ങുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന ലാഭമെല്ലാം ആ പിങ്ക് ചിട്ടിയിലേക്ക് മാറ്റും. രാംഷാ CP വിവരങ്ങളുമായി. രാംഷാ, ഇപ്പോൾ ഈ ഞായറാഴ്ച സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്തയാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KSRTC സൗജന്യ യാത്രയ്ക്ക് പിന്നാലെ ഇപ്പോൾ റോറോയിലും സൗജന്യ യാത്ര. അതിൽ നിന്നും എടുത്തു വെക്കുന്ന ആ പണം അത് പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിക്കാമെന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത്? KSRTCയിൽ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി കൊച്ചി കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഇന്ദിരാ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് പുതിയ റോറോ സർവീസ് ഉദ്ഘാടനത്തോടൊപ്പം തന്നെ നടന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റോറോ സർവീസിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കും എന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത്. കൊച്ചി കോർപ്പറേഷൻ്റെതാണ് പദ്ധതി. ഏതായാലും ഈ പദ്ധതിയിൽ നിന്ന്, അതായത് പ്രിയദർശിനി ഈ സൗജന്യ യാത്രയിൽ നിന്ന്, KSRTCയുടെ സൗജന്യ യാത്രാ പദ്ധതിയിൽ നിന്നും, അതോടൊപ്പം ഈ റോറോയിലെ ഇന്ദിരാ യാത്രയുടെ ഭാഗമായി ലഭിക്കുന്ന സൗജന്യ യാത്രയിലെ ആനുകൂല്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിത നിക്ഷേപം തുടങ്ങുന്നതിന് KSFEയിൽ പുതിയൊരു പദ്ധതി കൂടി തുടങ്ങുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു മുഖ്യമന്ത്രി ആ വേദിയിൽ നടത്തിയത്. ആ പ്രസംഗം നടക്കുമ്പോൾ നമുക്ക് കേൾക്കാം. വേദിയിലെ സ്ത്രീകളെല്ലാം കൈയടിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. പിങ്ക് ചിട്ടി എന്ന പേരിലാണ് പുതിയ ചിട്ടി KSFE ആരംഭിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഏതായാലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ ലഭിക്കുന്നു. അതോടൊപ്പം കൊച്ചിയിലെ റോറോ സർവീസ് ഉപയോഗിക്കുന്ന വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഈ റോറോ സർവീസ് നടത്തുന്നത്. ഇത് മൂന്നാമത്തെ റോറോയാണ്, കോർപ്പറേഷന്റെ മൂന്നാമത്തെ റോറോയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും ഈ റോറോ സർവീസും ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും സ്ത്രീകൾ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സ്ത്രീകൾക്കും ഈ റോറോ സർവീസ് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവർക്ക് യാത്ര പൂർണ്ണമായി സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഒരുങ്ങുന്നു. ആ പണം നിക്ഷേപിക്കാൻ പുതിയൊരു പദ്ധതി KSFEയിലൂടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്മൃതി, ശരി. രാംഷാ, ഇപ്പോൾ ഈ റോറോ ഉപയോഗിക്കുന്ന തൊഴിലാളി സ്ത്രീകളാണോ കൂടുതൽ? അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി. ഇപ്പോൾ അതിൽ നിന്നും സ്വരൂപിക്കുന്ന മാറ്റിവെക്കുന്ന തുക ഈ പിങ്ക് ചിട്ടിയിൽ നിക്ഷേപിക്കാമെന്ന് പറയുമ്പോൾ അത് തൊഴിലാളി സ്ത്രീകൾക്കാണോ കൂടുതൽ ഗുണം ചെയ്യുക? രാംഷാ, തീർച്ചയായും സ്മൃതി, അത്തരത്തിൽ തന്നെ ആയിരിക്കണം. കാരണം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ റോറോ. ഈ വാഹനങ്ങളല്ലാതെ കാൽനടയായി എത്തുന്നവർക്കും ഈ റോറോ സംവിധാനം ഉപയോഗിക്കാൻ കഴിയും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്കും വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, ഭൂരിഭാഗം സ്ത്രീകളും തൊഴിലിന് പോകുന്ന ആളുകൾ ഈ റോറോ സർവീസ് തന്നെയാണ് ആശ്രയിക്കുന്നത്. കാരണം 3 രൂപയാണ് ഇതിന്റെ യാത്രാ നിരക്ക് എന്നത്. അതായത് കാൽനടയായി എത്തുന്നവർക്ക് യാത്ര ചെയ്യാനുള്ള നിരക്ക് വെറും 3 രൂപ മാത്രമാണ്. അപ്പോൾ കൂടുതലായും സ്ത്രീകൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതായത് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ്. സ്വാഭാവികമായും അത് വലിയ ഒരു തുകയല്ലെങ്കിൽ കൂടി ഒരു മാസത്തെ തുക ഒന്നിച്ചു വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സമ്പാദ്യം എന്ന നിലയിൽ അവർക്ക് അത് കരുതാൻ കഴിയും. അവിടെ നിന്ന് അങ്ങോട്ട്, അതായത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വൈപ്പിലേക്ക് വരികയാണെങ്കിൽ വൈപ്പിൽ നിന്ന് മറ്റ് സിറ്റിയിലെ പല ഭാഗങ്ങളിലേക്ക്, കൊച്ചി പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വരാൻ ഈ KSRTC ബസ്സുകൾ കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് പൂർണ്ണമായും സൗജന്യമായി ഈ യാത്ര പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി. റോറോയിൽ ബോട്ടിലും കൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നതാണ്.